നിഷ അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് ബയോളജിയുടെ പുതിയ ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് മുന്നേ നമ്മൾ ബയോളജിയുടെ ഒരു സീരീസ് ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലങ്സ്. ഓക്കെ, ലങ്സ്, പിന്നെ അതിനൊപ്പം കുറച്ച് ഓർഗൻസ്, ഇവരെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടുള്ള റെസ്പിറേറ്ററി സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഒരാഴ്ച വേണമെങ്കിൽ ഫുഡ് ഇല്ലാണ്ട് നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റും. ഒരു 2 ദിവസം വെള്ളം ഇല്ലാണ്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു മിനിറ്റ് പോലും നമുക്ക് ഓക്സിജൻ, നമ്മുടെ സർവൈവൽ, നമ്മുടെ ലൈഫൊക്കെ നമുക്ക് ഈ ആ ഒരു ഇതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഓക്സിജനാണ്. ഈ ഓക്സിജൻ നമ്മുടെ ഉള്ളിലോട്ട് എത്തിച്ച് അതിനുള്ള ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് നമ്മുടെ ലങ്സാണ്. ഓക്കെ, അപ്പോൾ ലങ്സിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം ഹോളായിട്ട് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു RRB റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ട് പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ ചോദിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കി മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, അല്ല നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ നമുക്ക് കൊല്ലം, കൊട്ടാരക്കര, ട്രിവാൻഡ്രം, പിന്നെ കോഴിക്കോടും തൃശ്ശൂരും ബ്രാഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് എവിടെയാണ് കുറച്ചുകൂടെ എല്ലാ ആക്സസും കാര്യങ്ങളും നിങ്ങൾക്ക് വരാനൊക്കെ എളുപ്പം, അവിടെ വന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് എന്ത് ചെയ്യാം, ഈ ഒരു പഠിക്കാം. ഓക്കെ, എക്സാം ക്ലിയർ ചെയ്യണമല്ലോ, എന്തായാലും നിങ്ങൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചു. അപ്പോൾ എന്തായാലും എക്സാം നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പം എന്തായാലും ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റെസ്പിറേറ്ററി സിസ്റ്റമാണ്. അതിൽ റെസ്പിറേഷൻ, ലങ്സ്. ഓക്കെ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് ബ്രീത്തിങ്. ഓക്കെ, അപ്പോൾ റെസ്പിറേഷനും ബ്രീത്തിങ് ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇപ്പം നമ്മുടെ എല്ലാ ഓർഗാനിസത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലെസ്സിങ് തന്നെ പറയാം. എന്താണ് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നത്. ഒരു മിനിറ്റിൽ നമ്മൾ ഏകദേശം 12 മുതൽ 20 തവണ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ശ്വാസം എടുത്ത് പുറത്തോട്ട് വിടുന്നുണ്ട്. ഇത്രയും ടൈംസ്, 12 to 20 ടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രീത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലെസ്സിങ് ആണെന്ന് തന്നെ പറയാം. ഓക്കെ, നമ്മുടെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഓക്സിജൻ ഉള്ളിലോട്ട് എടുക്കുക അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് കളയുക, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഈ ബ്രീത്തിങ് റെസ്പിറേഷൻ ഒരു ഭാഗമായിട്ട് നടക്കുന്നത്, റെസ്പിറേഷൻ ഒരു സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, ബ്രീത്തിങ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ റെസ്പിറേഷനിൽ കുറച്ചധികം സ്റ്റെപ്പുകൾ ഉണ്ട്. ഒന്ന്, നമ്മൾ ഓക്സിജൻ ഉള്ളിലോട്ട് എടുക്കും, ഇൻടേക്ക് ഓഫ് ഓക്സിജൻ നമ്മൾ ഉള്ളിലോട്ട് എടുക്കും. ഓക്കെ, ഈ എടുത്ത ഓക്സിജൻ ബ്ലഡിലെത്തും. ഓക്കെ, അപ്പോൾ ബ്ലഡിൽ ആരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ബ്ലഡിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഗ്ലൂക്കോസുമായിട്ട് നമ്മൾ ഈ ഉള്ളിലോട്ട് എടുത്ത ഓക്സിജൻ റിയാക്ട് ചെയ്യും. അതാണ് സ്റ്റെപ്പ് വൈസ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻകമിങ് ഓക്സിജൻ. ഉള്ളിലോട്ട് വരുന്ന ഓക്സിജൻ സ്റ്റെപ്പ് വൈസ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്ലൂക്കോസ് ആണ്, C6H12O6. ഓക്കെ, ഗ്ലൂക്കോസുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ ഫലമായിട്ട് എന്താണ്, എലിമിനേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ആസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ദ പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ നിൽക്കാൻ പാടില്ല, ടോക്സിക് ആണ്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്തെങ്കിലും പുറത്തോട്ട് എക്സൈൽ ചെയ്യും. ഓക്കെ, ഓക്സിജൻ ഇൻഹൈൽ ചെയ്യും, പുറത്തോട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സൈൽ ചെയ്യും. ഓക്കെ, ഇനി ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എനർജി ഉണ്ടാവുന്നുണ്ട്, ഒരു ഹ്യൂജ് എമൗണ്ട് എനർജി ഉണ്ടാവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു സിമ്പിൾ സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും. C6H12O6 ഇതാണ് നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ കൂടെ ഓക്സിജൻ റിയാക്ട് ചെയ്യും. ഇതാണ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും പിന്നെ എനർജി, ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന എനർജി ഉണ്ടാകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് റെസ്പിറേഷനാണ്.
ഓക്കെ, ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യണേ. 6 ഓക്സിജൻ, 6 കാർബൺ ഡയോക്സൈഡ്, 6 H2O. ഓക്കെ, അപ്പം ഇതാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എൻഡ് റിസൾട്ടായിട്ട് നമുക്ക് കാർബൺ ഡയോക്സൈഡ്, വാട്ടറും നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ ഉണ്ടായ കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ പുറത്തോട്ട് എന്ത് ചെയ്യും, ആ ലങ്സ് വഴി പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സൈൽ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രീത്തിങ് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റിൽ നമ്മൾ എത്ര തവണ ബ്രീത്ത് ചെയ്യും, 12 to 20 ടൈംസ് നമ്മൾ ബ്രീത്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഗ്യാസ് ഉള്ളിലോട്ട് എടുക്കുകയാണ്, നമ്മൾ എയർ ഉള്ളിലോട്ട് എടുക്കുകയാണ്. ആ എയറിൽ ഓക്സിജൻ മാത്രമാണോ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, പിന്നെ നമുക്ക് വേണ്ടുന്ന ഓക്സിജനും ഉണ്ട്, വേറെയും കുറച്ച് ഗ്യാസസ് ഉണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നൈട്രജൻ, നമ്മൾ ഉള്ളിലോട്ട് നൈട്രജൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻസ്പിറേഷനും എക്സ്പിറേഷനും. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഹൈൽ, ഉള്ളിലോട്ട് എടുക്കുന്നതിനെയാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പുറത്തോട്ട് കളയുന്നതിനെയാണ് നമ്മൾ എക്സൈൽ അല്ലെങ്കിൽ എക്സ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഉറപ്പായിട്ടും ആ എയറിൽ നൈട്രജനും ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ നൈട്രജൻ ഒരു എയറിൽ എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 78.1% ആണ്. അത് നമ്മൾ എടുക്കുന്നു, പുറത്തോട്ട് അതേപടി കളയും, നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ആകെക്കൂടി ഉപയോഗിക്കുന്ന ആരെ മാത്രമോ, ഓക്സിജനെ മാത്രമോ. നമ്മൾ എടുക്കുന്ന എയറിൽ 20.9% ഓക്സിജൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇതിൽ കുറച്ച് ശതമാനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എന്നിട്ട് ബാക്കിയാണ് പുറത്തോട്ട് കളയുന്നത് 16%. ഓക്കെ, നമ്മൾ നേരത്തെ ഇവിടെ റിയാക്ഷൻ എഴുതിയല്ലോ, ഈ ഗ്ലൂക്കോസിൻ്റെ കൂടെ ഓക്സിജൻ റിയാക്ട് ചെയ്യണ്ടേ, ആ ഓക്സിജൻ എവിടെ നിന്ന്, എയറിന് കിട്ടുന്ന ഓക്സിജൻ അല്ലേ. അന്നപ്പോൾ കുറച്ച് പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്നുണ്ട്, ബാക്കിയാണ് പുറത്തോട്ട് പോകുന്നത്. ഇനി കാർബൺ ഡയോക്സൈഡ്, ഉള്ളിലോട്ട് എടുക്കുന്ന എന്താണ് എയറിൽ കാർബൺ ഡയോക്സൈഡ് 0.03% ഉണ്ട്. പുറത്തോട്ട് കളയുന്നതോ, ഈ റിയാക്ഷൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, അത് ഉൾപ്പെടെയാണ് പുറത്തോട്ട് കളയുന്നത്. അപ്പം അത് ആഡ് ഓൺ ചെയ്യത്തല്ലേ ഉള്ളൂ. ഈ 0.03% കൂടെ അതും കൂടെ ആഡ് ഓൺ ചെയ്ത് ഏകദേശം 4.4% ആയിരിക്കും പുറത്ത് പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് അളവ് നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, നൈട്രജൻ ഉള്ളിൽ എത്രയാണോ എടുക്കുന്നത് അതേപടി നമ്മൾ പുറത്തോട്ട് കളയുന്നു. ഓക്സിജൻ ഉള്ളിലോട്ട് എടുക്കുന്നത് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു, ബാക്കി ഒരു 16% പുറത്ത് കളയുന്നു. ഉള്ളിലോട്ട് കാർബൺ ഡയോക്സൈഡ് ഒരു 0.03% ആണ് വരുന്നതെങ്കിൽ അതിൽ നമ്മുടെ ബോഡി സ്വന്തമായിട്ട് ഉണ്ടാക്കി കുറച്ച് കാർബൺ ഡയോക്സൈഡ് ആഡ് ഓൺ ചെയ്ത് ഒരു 4.4% ആയിട്ടായിരിക്കും പുറത്തോട്ട് എക്സൈൽ ചെയ്യുന്നത്. ഓക്കെ, ഇത് റെസ്പിറേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ഇത്. അതേപോലെ ഈ ഗ്യാസസിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് ഇരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, ഇതിൽ എന്തൊക്കെ ഓർഗൻസ് ആണ് ഉള്ളത് അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ നമ്മുടെ മെയിൻ ഓർഗൻ ആര് തന്നെയാണ്, മെയിൻ ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ ലങ്സ് തന്നെയാണ്, അതിനൊരു സംശയവും വേണ്ട. ഓക്കെ, മെയിൻ ഓർഗൻ നമ്മുടെ ലങ്സാണ്. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ എയർ നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ആവുന്നത് മുതൽ ഞാൻ പറയുവാണ്. ഓക്കെ, നമ്മുടെ നോസിൽ ഇവിടെ ഹോൾസ് ഉണ്ട്, ആ ഹോൾസിനെ പറയുന്ന പേരാണ് നോസ്ട്രിൽസ് എന്ന് പറയും. നോസ്ട്രിൽസ്. ഓക്കെ, നോസ്ട്രിൽസ് വഴി എയർ ഉള്ളിലോട്ട് കയറി എത്തുന്നതായി ഈ ഒരു സ്ഥലം, ഇതിനെയാണ് നേസൽ ക്യാവിറ്റി എന്ന് പറയും. ഓക്കെ, നേസൽ ക്യാവിറ്റിയിലോട്ട് എന്ത് ചെയ്യുവാണ്, എയർ അല്ലെങ്കിൽ നമ്മുടെ ഓക്സിജൻ ഉള്ളിലോട്ട് കയറുവാണ്. ഈ കയറിയ ഓക്സിജൻ വന്നതാ ഇവിടെ എത്തിപ്പെടും. ഈ പോർഷനെ പറയുന്ന പേരാണ് ഫാരിങ്സ്. ഓക്കെ, നേസൽ ക്യാവിറ്റി നോക്കിയേ, ദ എൻട്രി പോയിന്റ് ഓഫ് എയർ എൻ്റർ ആയി വരുന്നത് നമ്മുടെ നേസൽ ക്യാവിറ്റി വഴിയാണ്. ഫിൽറ്റേഴ്സ്, ഡസ്റ്റസ് ആൻഡ് മൈക്രോബ്സ്, അതിലെന്തെങ്കിലും പൊടിപടലങ്ങളോ മൈക്രോബ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഫിൽട്ടർ ചെയ്യും. മോയിസ്റ്റ് ആൻഡ് വാം എയർ, ആ ഉള്ളിലോട്ട് വരുന്ന എയറിനെ ഒന്ന് മോയിസ്റ്റ് ചെയ്യും, കുറച്ചൊന്ന് വാം ആക്കുകയും ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ എയർ എത്തിപ്പെടുന്നത് എവിടെയാണ്, നമ്മുടെ ഫാരിങ്സിൽ നിങ്ങൾക്ക് ഓക്കെ, ഇതാണ് ഫാരിങ്സ്. ഈ ഫാരിങ്സിൽ നിന്ന് നിങ്ങൾക്ക് 2 ട്യൂബുകൾ കാണാൻ പറ്റും. ഈ ഒരു ട്യൂബ്, പിന്നെ ഇവിടെ ഒരു ട്യൂബ്. ഈ ട്യൂബ് നേരെ പോകുന്നത് നമ്മുടെ സ്റ്റൊമക്കിലോട്ടാണ്. ഓക്കെ, അത് വേറെ സിസ്റ്റമാണ്, ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഓക്കെ, ഈ ട്യൂബ് പോകുന്നത് നേരെ നമ്മുടെ ലങ്സിലോട്ടാണ്. ഓക്കെ, അപ്പം ഫാരിങ്സ് എന്ന് പറയുന്നത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന, 2 ട്യൂബായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്
വരുന്നത് നമ്മുടെ ഫാരിങ്സിൽ വെച്ചിട്ടാണ്. ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ അപ്പം കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ ആണ്. എയറിൻ്റെ ഫുഡിൻ്റെ ഒരു കോമൺ പാസേജ് ആണ് എന്തെന്ന് പറയുന്നത് ഫാരിങ്സ്. ഫാരിങ്സ് കണക്ട് ദ നേസൽ ക്യാവിറ്റി ടു ദ ലാരിങ്സ്. ലാരിങ്സിലോട്ട് കണക്ട് ചെയ്യുന്നത് നമ്മുടെ എന്താണ് ഫാരിങ്സ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഫാരിങ്സ് ഇതാ ഇവിടെ വന്നിട്ട് 2 ട്യൂബായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷനാണ് എന്ത് ലാരിങ്സ് എന്ന് പറയുന്നത്. ലാരിങ്സ് ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ലാരിങ്സിനെയാണ് വോയിസ് ബോക്സ് അല്ലെങ്കിൽ സൗണ്ട് ബോക്സ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഈ ലാരിങ്സ് ഇപ്പം മെയിൽസിൻ്റെ കേസിൽ അവർ പ്യൂബർട്ടിയൊക്കെ കഴിയുമ്പം ഈ ഒരു ലാരിങ്സ് എന്ത് ചെയ്യും, കുറച്ചുകൂടെയൊക്കെ ഒന്ന് വലുതായിട്ട് പുറത്തോട്ടൊന്ന് പ്രൊട്രൂഡ് ചെയ്തിരിക്കും, പുറത്തോട്ടൊന്ന് ബൾജ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ലാരിങ്സിനെ നമ്മൾ പറയുന്നതാണ് ആഡംസ് ആപ്പിൾ എന്ന് പറയാറുണ്ട്. ആരെയാണ്? ലാരിങ്സിൻ. ഓക്കെ, മെയിൽസിൻ്റെ കേസിലാണ് നമ്മൾ ലാരിങ്സിനെ എന്തെന്ന് പറയുന്നത്, ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെയാണ് നമ്മുടെ സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്നൊക്കെ ലാരിങ്സിനെ പറയുന്നത്. കാരണം ലാരിങ്സ് എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് വോക്കൽ കോഡുകളുണ്ട്. ഓക്കെ, വോക്കൽ കോഡുകളുണ്ട്. ഹ്യൂമൻ ബീങ്സിന് നോർമലി 2 വോക്കൽ കോഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി വോക്കൽ കോഡിൻ്റെ വലിപ്പം മെയിൽസിലാണ് ഫീമെയിൽസിനെ വെച്ച് കമ്പയർ ചെയ്തപ്പം വലിപ്പം കൂടുതൽ മെയിൽസിനാണ്. ഓക്കെ, അപ്പം ഈ വോക്കൽ കോഡ് ഇരുന്ന് വോക്കൽ കോഡ് അതിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പം അതിൽ കൂടെ എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇത് ഫുൾ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്താണ് എന്ത് പ്രൊഡ്യൂസ് ആവുന്നത്, സൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പോൾ ലാരിങ്സ് ആണ് നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ലാരിങ്സിൽ നിന്നും നേരെ പോകുന്നത് നമ്മുടെ മെയിൻ ട്യൂബാണ് ലങ്സിലോട്ട് പോകുന്നത്. ട്യൂബിൻ്റെ പേരാണ് ട്രക്കിയ. അല്ലെങ്കിൽ എയർ കയറി പോകുന്ന വിൻഡ് പോകുന്ന ട്യൂബ് ആയതുകൊണ്ട് നമ്മൾ വിൻഡ് പൈപ്പ് എന്ന് ഇതിനെ അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ട്രക്കിയ എന്ന് പറയുന്ന ഈ ഒരു ട്യൂബ് കൂടെ എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നേരത്ത് ചിലപ്പം ആ ട്യൂബ് ഒന്ന് കൊളാപ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇതൊക്കെ ചുരുങ്ങി അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ട്രക്കിയയിൽ റിങ്സ് പോലെ നിങ്ങൾക്ക് കാണാം, പടത്തിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. റിങ്സ് പോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഈ റിങ്സിനെയാണ് റിങ്സ് ഓഫ് കാർട്ടിലേജ് എന്ന് പറയും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യുക, ട്രക്കിയ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രക്കിയ കൂടെ എയർ പോകാൻ നേരത്ത് അത് കൊളാപ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, റിങ്സ് ഓഫ് കാർട്ടിലേജ് എന്ന് പറയും. ഓക്കെ, ട്രക്കിയ വീണ്ടും സ്പ്ലിറ്റ് ആവുന്നുണ്ട്. സ്പ്ലിറ്റ് ആവുമ്പോൾ പറയുന്നതാണ് എന്ത്, ബ്രോങ്കെ. ഓക്കെ, 2 ബ്രാഞ്ചസ് ഓഫ് ട്രക്കിയയുടെ 2 ബ്രാഞ്ചസിനെയാണ് ബ്രോങ്കെ എന്ന് പറയുന്നത്. അത് എയർ എന്ത് ചെയ്യും, ലങ്സിലോട്ട് എത്തിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ലങ്സ്. ഓക്കെ, നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പുറമേ ഒരു ലെയർ ഉണ്ട്. ഈ ലെയറിനെ പറയുന്ന പേരാണ് പ്ലൂറൽ മെംബ്രെയിൻ. ഓക്കെ, നമ്മുടെ എല്ലാ ഓർഗൻസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പുറമേ ലെയറുകളുണ്ട്. നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലെയറിനെ പറയുന്ന പേരാണ് പ്ലൂറൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രോങ്കെ വരെയാണ് നമ്മൾ എത്തിയത്. ബ്രോങ്കെ വീണ്ടും ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ബ്രോങ്ക്യൂൾസ് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുമ്പം അതിനെ നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് ബ്രോങ്ക്യൂൾസ് എന്ന് പറയും. ഓക്കെ, ബ്രോങ്ക്യൂൾസ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ദാ ഇവിടെ മുന്തിരിക്കൊല പോലത്തെ ഗ്രേപ്പ് ലൈക്ക് അല്ലെങ്കിൽ ബലൂൺ പോലെ സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനെ ആൽവിയോളൈ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സാക്ക് ലൈക്ക് ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് ആൽവിയോളൈ എന്ന് പറയും. ഓക്കെ, സത്യത്തിൽ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന ഓക്സിജൻ അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്ന ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൻ്റെയൊക്കെ എക്സ്ചേഞ്ച് നടക്കുന്ന മെയിൻ സ്ഥലം എന്ന് പറയുന്ന ആൽവിയോളയാണ്. ഇപ്പം ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് നമ്മുടെ ലങ്സിലാണെന്ന് പറയുന്നെങ്കിലും ലങ്സിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൽവിയോളയിലാണ് എന്ത് നടക്കുന്നത്, ഈ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് മെയിനായിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പം ലങ്സിനെ പറ്റി നോക്കിയാൽ മെയിൻ റെസ്പിറേറ്ററി ഓർഗൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് നമ്മൾ ലങ്സിനെ പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ആരാണ് നമ്മുടെ ആൽവിയോളൈ എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇതിനൊക്കെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു മസ്കുലാർ ഓർഗൻ കാണാൻ വേണ്ടി പറ്റും. ഇതിങ്ങനെ ബോ പോലെ ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്.
നോർമലി ഡയഫ്രം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ മസ്കുലർ ഓർഗനെ പറയുന്ന പേരാണ് ഡയഫ്രം. ഓക്കെ, ഡയഫ്രം. അപ്പം നമ്മുടെ ബ്രീത്തിങ് മൂവ്മെൻറ്റ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസ്കുലർ ഓർഗനാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പാർട്സ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എയർ പാസ് ചെയ്ത് പോകുന്ന പാസേജുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോസ്ട്രൽസ്. ഓക്കെ, നോസ്ട്രലിൽ നിന്നും നമ്മുടെ നേസൽ ക്യാവിറ്റിയിലോട്ടാണ് എയർ കയറുന്നത്. ഓക്കെ, അവിടെ നിന്നും എങ്ങനെയാണ് ഫാരിങ്സിലോട്ട്, ഫാരിങ്സിൽ നിന്നും ലാരിങ്സിലോട്ട്. ഓക്കെ, ലാരിങ്സിൽ നിന്നും എന്താണ് ട്രക്കിയയിലോട്ട്. ഓക്കെ, ട്രക്കിയയിൽ നിന്നും ബ്രോങ്കയിലോട്ട്. ഓക്കെ, ബ്രോങ്കയിൽ നിന്നും ബ്രോങ്ക്യൂൾസിലോട്ട്, ബ്രോങ്ക്യൂൾസിൽ നിന്നും ആൽവിയോളയിലോട്ട്, ആൽവിയോളയിൽ നിന്നും എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡ് വെസലിലോട്ട് അങ്ങ് എൻട്രി ചെയ്യും. ആൽവിയോളയിന് ചുറ്റും നിറച്ചും ബ്ലഡ് വെസലുകളാണ്. ഓക്കെ, അപ്പോൾ ആ ബ്ലഡ് വെസലിലോട്ട് ഈ ഗ്യാസ് ഒന്ന് കയറും. ഓക്കെ, അങ്ങനെ ബ്ലഡിലെത്തും, ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യും ആ ഗ്യാസിനെ. ഓക്കെ, അപ്പം ഇത് ഇത്രയുമാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ്. ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞ നേസൽ ക്യാവിറ്റിയെ പറ്റിയാണ്. പിന്നെ നമ്മുടെ ഫാരിങ്സ് എന്ന് പറയുന്ന ഫുഡും എയറും എത്തിപ്പെടുന്ന ഒരു കോമൺ പാസേജ് ആണ്. അവിടെ നിന്ന് നമ്മൾ ലാരിങ്സിലോട്ട് പോയി. ലാരിങ്സ് ആണ് നമ്മുടെ സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്ന് പറയുന്നത്. മെയിലിൻ്റെ കേസിൽ അവർക്ക് പ്രായമാവുമ്പോൾ എന്ന് വെച്ചാൽ പ്യൂബർട്ടി ആവുന്ന സമയത്ത് ഇത് ബൾജ് ചെയ്ത് പുറത്തോട്ട് വരും. അതിനെ അപ്പം ആഡംസ് ആപ്പിൾ എന്ന് നമ്മൾ പറയും. ഓക്കെ, അതുപോലെ തന്നെ ഈ വോയിസ് ബോക്സിൻ്റെ അകത്ത് 2 വോക്കൽ കോഡുണ്ട്. മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ 2 വോക്കൽ കോഡുണ്ട്. പക്ഷേ മെയിൽസിൻ്റെ വോക്കൽ കോഡ് കുറച്ചുകൂടെ വലിപ്പം കൂടുതലായിരിക്കും. അതിൽ കൂടെ എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, അതിരുന്ന് വൈബ്രേറ്റ് ചെയ്ത് സൗണ്ട് എന്ന് പറയുന്ന എനർജി നമ്മുടെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിന്ന് നേരെ ട്രക്കിയനെ വിൻഡ് പൈപ്പ് എന്നും പറയും. ട്രക്കിയ സ്പ്ലിറ്റായി ബ്രോങ്കെ ആവും, ബ്രോങ്കെ സ്പ്ലിറ്റായി ബ്രോങ്ക്യൂൾസ് ആവും. ബ്രോങ്ക്യൂൾസ് ഒന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇങ്ങനെ സാറ്റലൈറ്റ് സ്ട്രക്ചേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ആൽവിയോളയിലാണ് ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത്. ഇത് നമ്മുടെ ലങ്സിന് തൊട്ട് താഴെയുള്ള മസ്കുലർ ഓർഗനെ പറയുന്ന പേരാണ് എന്ത്, ഡയഫ്രം. ഓക്കെ, അപ്പം ഇത് ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള മെയിൻ ഓർഗൻസ്, പാർട്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തത് പറയുന്നത് ഇൻഹാലേഷനും എക്സ്ഹാലേഷൻ, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ, എക്സ്പിറേഷൻ, അല്ലെങ്കിൽ ഇൻഹൈൽ, എക്സേൽ, സിമ്പിളായിട്ട്. ഓക്കെ, ഉള്ളിലോട്ട് എയർ എടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻഹൈൽ എന്ന് പറയുന്നത്. പുറത്തോട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ കളയുന്നതാണ് എക്സൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉള്ളിലോട്ട് ഞാൻ ഓക്സിജൻ എടുക്കണമെങ്കിൽ ലങ്സ് എങ്ങനെ ആയിരിക്കണം? ഓക്കെ, അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നോർമലി നമ്മുടെ ലങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി ഞാൻ ലങ്സ് വരയ്ക്കുവാണെങ്കിൽ ലങ്സ് അത്യാവശ്യം ചുരുങ്ങിയാണ് ഇരിക്കുന്നത്. അതുപോലെ ഡയഫ്രം എന്ന് പറയുന്ന സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ റാ പോലെയാണ് നമ്മുടെ ഡയഫ്രം ഇരിക്കുന്നത് നോർമലി. ഓക്കെ, ഇതാണ് ഡയഫ്രത്തിൻ്റെ റിലാക്സ് അവസ്ഥ എന്ന് പറയുന്നത്. ഡയഫ്രം റിലാക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഡയഫ്രം ഇങ്ങനെയായിരിക്കും ഇരിക്കുക. ഓക്കെ, ലങ്സ് ഇങ്ങനെ ചുരുങ്ങിയിരിക്കും. അപ്പം നമ്മളിപ്പം ഒരു ബോക്സിൽ സ്പോഞ്ച് കുത്തി നിറച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് ലങ്സിൻ്റെ നോർമൽ അവസ്ഥ. ഭയങ്കര പ്രഷറൊക്കെ വന്ന് ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുന്നതാണ് ലങ്സിൻ്റെ നോർമൽ അവസ്ഥ. ബാക്കിയുള്ള ഓർഗൻസിനെ പോലെ അല്ല. ഓക്കെ, അപ്പോൾ ഡയഫ്രം റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ലങ്സ് ചുരുങ്ങിയാണ് ഇരിക്കുന്നത്. ചുരുങ്ങിയിരിക്കുന്ന സ്ഥലത്ത് സ്പേസ് ഇല്ലല്ലോ. സ്പേസ് ഇല്ലാത്തടത്ത് എങ്ങനെയാണ് എയർ വന്ന് കയറുന്നേ? സ്പേസ് ഉണ്ടെങ്കിലല്ലേ എയറിനുള്ളിലോട്ട് കയറാൻ പറ്റൂ. അപ്പം എന്ത് ചെയ്യും? നമ്മുടെ ഡയഫ്രം നേരെ ആവും. ഓക്കെ, ഈ വളഞ്ഞിരുന്ന ഡയഫ്രം ഇങ്ങനെ ബോ പോലെ ഇരുന്ന ഡയഫ്രം നേരെ ആവും. ഓക്കെ, ഇത് കുറച്ചൊന്ന് നേരെ ആവുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, കുറച്ചൊന്ന് നേരെയായി. ഇത് വളഞ്ഞിരിക്കുകയാണ്, നല്ല പോലെ ഇരിക്കുകയാണ്. ഇവിടെ കുറച്ച് നേരെയായി. ഓക്കെ, അപ്പോൾ ഇത് നേരെയാവുന്ന സമയത്ത് സ്പോഞ്ച് ഇങ്ങനെ ഞെരുങ്ങിയിരുന്നതാണ്. അപ്പം ഇത് നേരെയായപ്പോൾ കുറച്ച് സ്പേസ് കിട്ടി, ലങ്സ് കുറച്ചൊന്ന് വീർത്തു. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് സ്പേസ് വന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഓക്സിജൻ ഇനി കയറിയിരിക്കാൻ സ്ഥലമായി. അപ്പോൾ എന്ത് ചെയ്യും? ഓക്സിജൻ ഉള്ളിലോട്ട് കയറും.
ഓക്കെ, ഓക്സിജൻ ഉള്ളിലോട്ട് കയറും, ലങ്സ് എന്ത് ചെയ്യും, ഇവിടെ ആരോ കൊടുത്തിരിക്കുന്ന ലങ്സ് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ലങ്സ് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യും. ഇതാണ് ഇൻഹൈൽ ചെയ്യുമ്പോൾ നടക്കുന്നത്. അപ്പം ഇൻഹൈൽ ചെയ്യുന്ന സമയത്ത് ഡയഫ്രം എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യും, എയർ ഉള്ളിലോട്ട് കയറും, ലങ്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എയറും കൂടെ കയറി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇൻഹൈൽ. അങ്ങനെ ഓക്സിജൻ ഉള്ളിലോട്ട് കയറി, ഓക്സിജൻ ആൽവിയോളയിലെത്തി, നേരെ ബ്ലഡിലോട്ട് കയറി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗ്ലൂക്കോസുമായിട്ട് റിയാക്ട് ചെയ്ത് എൻഡ് റിസൾട്ടായിട്ട് ആരുണ്ടായെന്ന് വിചാരിക്കുക, കാർബൺ ഡയോക്സൈഡ്. ഈ കാർബൺ ഡയോക്സൈഡ് അധികം നേരം നമ്മുടെ ബോഡിയിൽ നിൽക്കാൻ പറ്റില്ല, ടോക്സിക് ആണ്, പുറത്തോട്ട് കളയണം. അപ്പം കാർബൺ ഡയോക്സൈഡ് വന്ന സമയത്ത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു രീതിയിൽ ഇരിക്കുവാണ്. ലങ്സിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, ഡയഫ്രം ഒക്കെ റിലാക്സ് ചെയ്തിരിക്കുവാണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യും, കാർബൺ ഡയോക്സൈഡിന് സ്പേസ് ഉണ്ട്, അവിടെ കയറി ഇരിക്കാനല്ലേ നോക്കുള്ളൂ, അത് പുറത്ത് പോകത്തില്ല. അപ്പം എന്ത് ചെയ്യും, ഇത് കണ്ടുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് വരുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ ഡയഫ്രം എന്ത് ചെയ്യും, വീണ്ടും അങ്ങ് എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യും. ഓക്കെ, ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്താണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയത്. ഇപ്പോൾ ഡയഫ്രം റിലാക്സ് ചെയ്ത് വീണ്ടും റാ ഷേപ്പാണ്. ഓക്കെ, വീണ്ടും നമ്മുടെ ലങ്സ് അങ്ങ് ചുരുങ്ങും. ഇനി എന്ത് ചെയ്യാൻ പറ്റൂല, കാർബൺ ഡയോക്സൈഡ് അവിടെ ഇരിക്കാൻ പറ്റൂല, സ്ഥലമില്ല, കാർബൺ ഡയോക്സൈഡ് ഇറങ്ങി അങ്ങ് പുറത്തോട്ട് പോകും. ഓക്കെ, ഇതാണ് എക്സ്ഹൈൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഹൈൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യും, ലങ്സ് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, എക്സ്ഹൈൽ ചെയ്യുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയഫ്രം വീണ്ടും റിലാക്സ് ചെയ്യും, നമ്മുടെ ലങ്സ് കോൺട്രാക്റ്റ് ചെയ്യും, ചുരുങ്ങി വരും. ഇവിടെ ആരോ ഇട്ടേക്കുന്നത് ലങ്സ് ചുരുങ്ങി വരും, കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് പോകും. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് ഇൻഹൈലും എക്സ്ഹൈലും നിങ്ങൾ നടക്കുന്ന കാര്യങ്ങളെന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കാം. ഇനി മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഞാൻ പറയാം. ഇൻഹൈൽ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്, എക്സ്ഹൈൽ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്. ഓക്കെ, ഇൻഹൈൽ ചെയ്യുമ്പോൾ മെയിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ്ഹൈൽ ചെയ്യുമ്പോൾ ലങ്സ് കോൺട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഹൈൽ ചെയ്യുമ്പോൾ എയർ കയറുമ്പോൾ വീർക്കും, എയർ പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ ലങ്സ് എന്ത് ചെയ്യും, കോൺട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ എളുപ്പത്തിൽ ഓർത്തിരുന്നാൽ മതി. ഇനി നമ്മുടെ ഡയഫ്രം എന്ത് ചെയ്യും, ഇൻഹൈൽ ചെയ്യുമ്പോൾ കോൺട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഫ്ലാറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന സാധനം നേരെയാവും. ഓക്കെ, അപ്പോൾ ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്ത് ഫ്ലാറ്റ് ഉണ്ടാവും. എക്സൈൽ പുറത്തോട്ട് എയർ കളയുന്ന സമയത്ത് ഡയഫ്രം റിലാക്സ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യും, ഡോം ഷേപ്ഡ് ആവും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇൻഹൈൽ ചെയ്യുന്ന സമയത്ത് തൊറാസിക് വോളിയം കൂടുകയാണ്. തൊറാസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെസ്റ്റ്, നമ്മുടെ അബ്ഡോമിന് മുകൾ ഭാഗം. ഓക്കെ, നമ്മുടെ ഹേർട്ട്, ലങ്സ്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് ഇരിക്കുന്ന എല്ലാം സ്ഥലം, ആ ഒരു ഏരിയയാണ് തൊറാസിക് ഏരിയ എന്ന് പറയുന്നത്, തൊറാസിക് റീജിയൻ. അവിടുത്തെ വോളിയം കൂടും. ഇനി എക്സൈൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തൊറാസിക് റീജിയൻ്റെ ആ ഒരു സ്ഥലം എന്ത് ചെയ്യും, വോളിയം എന്ത് ചെയ്യും, കുറയും. ഓക്കെ, ഇനി ഇൻഹൈൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻഹൈൽ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ നിന്ന് എന്ത് ചെയ്യുവാണ്, മുകളിലോട്ട് നമ്മുടെ വാരിയൽ റിബ്സ് മുകളിലോട്ട് പോകും. എക്സൈൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിബ്സ് താഴോട്ട് പോകും. ഓക്കെ, അപ്പോൾ റിബ് കേജ് മൂവ്സ് ഔട്ട്വേർഡ് ആൻഡ് അപ്വേർഡ്, പുറത്തോട്ട് വരുന്ന പോലെ മുകളിലോട്ട്. ഇനി പുറത്തോട്ട് എയർ കളയുന്ന സമയത്ത് എന്ത് ചെയ്യും, റിബ് കേജ് ഉള്ളിലോട്ട് ഡൗൺവേർഡ് ആവും. അല്ലെങ്കിൽ റിബ് കേജ് എന്ത് ചെയ്യും, അപ്വേർഡും, പുറത്തോട്ട് കളയാൻ നേരത്ത് റിബ് കേജ് താഴും. നമ്മൾ അല്ലെങ്കിൽ ശ്വസിക്കുമ്പോൾ മുകളിലോട്ട് പൊങ്ങി വരുന്ന പോലെ, ശ്വാസം പുറത്തോട്ട് കളയുമ്പോൾ എന്ത് ചെയ്യും, താഴുന്ന പോലെയല്ലേ. അപ്പോൾ റിബ് കേജ് മുകളിലോട്ട് വരുന്നു, റിബ് കേജ് താഴോട്ട് പോകും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ നെഞ്ച് ഭാഗത്തുള്ള ചെസ്റ്റ് ഏരിയയിലുള്ള മസിൽസ്, അതിനെയാണ് ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത്. ഇൻഹൈൽ ചെയ്യുമ്പം ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, എക്സൈൽ ചെയ്യുമ്പം ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ത് ചെയ്യുകയാണ്, റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇൻഹൈൽ ചെയ്യുമ്പോഴും എക്സൈൽ ചെയ്യുമ്പോഴും ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റെസ്പിറേഷനെ പറ്റിയാണ്. റെസ്പിറേറ്ററി സിസ്റ്റം, അതിലുള്ള ഓർഗൻസ് എല്ലാം നമ്മൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്നതാണ് ഇൻഹൈൽ ചെയ്യുമ്പോഴും എക്സൈൽ ചെയ്യുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, അത് ഡിഫറൻസ് ആയിട്ട് തന്നെ നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ആ ഒരു ഇത് കിട്ടും. ഓക്കെ, അടുത്തത് റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെക്കാനിസം. ഓക്കെ, റെസ്പിറേഷൻ 3 സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. ഓക്കെ,
റെസ്പിറേഷൻ 3 മേജർ സ്റ്റെപ്സിലാണ് നമ്മുടെ റെസ്പിറേഷൻ നടക്കുന്നത്. ഒന്ന് ബ്രീത്തിങ്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഓക്സിജൻ ഉള്ളിലോട്ട് എടുക്കുക, കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് കളയുക. അതിനെയാണ് ഇൻഹൈൽ എക്സൈൽ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി 2 സ്റ്റെപ്പുകളും കൂടെ ഉണ്ട്. ഗ്യാസ് എക്സ്ചേഞ്ചും, എക്സ്ചേഞ്ച് ചെയ്ത ഗ്യാസിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇപ്പം ഓക്സിജൻ നമ്മുടെ ബ്ലഡിൽ എത്തി, ആ ഓക്സിജനെ ബ്ലഡ് എല്ലായിടത്തും കൊണ്ട് എത്തിക്കണ്ടേ, അതാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാസസ്. ഇതാണ് റെസ്പിറേഷൻ്റെ മെക്കാനിസം. അപ്പോൾ റെസ്പിറേഷൻ നടക്കുകയാണെങ്കിൽ 3 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. 1 ബ്രീത്തിങ്, 2 ഗേഷ്യസ് എക്സ്ചേഞ്ച്, 3 ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. ബ്രീത്തിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻവേർഡ്സ് ദ ഇൻവേർഡ് ഇൻസ്പിറേഷൻ മൂവ്മെൻറ്റ് ഓഫ് ഓക്സിജൻ ആൻഡ് ഔട്ട്വേർഡ് എക്സ്പിറേഷൻ മൂവ്മെൻറ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഉള്ളിലോട്ട് എടുക്കുന്നതിന് നമ്മൾ ഇൻസ്പിറേഷൻ എന്നും പുറത്തോട്ട് നമ്മൾ കാർബൺ ഡയോക്സൈഡ് കളയുന്ന നമ്മൾ എക്സ്പിറേഷൻ എന്നും പറയും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച്, ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ലങ്സിൻ്റെ ഉള്ളിലോട്ട് വരുന്ന ഓക്സിജനെ ബ്ലഡ് വെസലിലോട്ട് വിട്ടിട്ട് ബ്ലഡിലെത്തണം. അവിടെ ഇരിക്കുന്ന കാർബൺ ഡയോക്സൈഡിനെ തിരിച്ച് എന്ത് ചെയ്യണം, തിരിച്ച് ആൽവിയോളയിൽ വന്ന് അത് പുറത്തോട്ട് പോകണം. ഇതിനെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ വേരിയേഷൻ, ഗ്യാസസിൻ്റെ വേരിയേഷൻസ് കൊണ്ടിട്ടാവാം, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ വഴി. ഓക്കെ, എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തോട്ട്. ഓക്കെ, അപ്പോൾ ഗ്യാസ് കൂടുതലുള്ളതെന്ന് കുറവുള്ളിടത്തോട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പം ഉള്ളിലോട്ട് ഓക്സിജൻ വരുവാണ്. ഓക്സിജൻ വരുമ്പം ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഇപ്പോൾ എവിടെയാണ്, ആൽവിയോളയിലല്ലേ, ആൽവിയോളൈ. ഈ ആൽവിയോളയിൽ നിന്നും അടുത്തുള്ള ഒരു ബ്ലഡ് വെസലിലോട്ട് കയറാം. അപ്പം ആൽവിയോളയിൽ ഒത്തിരി ഓക്സിജൻ ഉണ്ട്, ഇവിടെ ബ്ലഡ് വെസലിൽ ഓക്സിജൻ ഇല്ല. അപ്പോൾ ഓക്സിജൻ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് ഓക്സിജൻ കുറവുള്ള സ്ഥലത്തോട്ട് പോകും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന ഡിഫ്യൂഷൻ. കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തോട്ട് സൊല്യൂട്ട്സ് പാസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്യാസസ് പാസ് ചെയ്യുക, ഇതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് ഓക്സിജൻ ബ്ലഡ് വെസലിലോട്ട് കയറുന്നത്. പിന്നെ നമ്മുടെ മെംബ്രെയിൻസ് എല്ലാം ഹോളുകളുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ സെല്ലൊക്കെ നമ്മൾ ഇനി മുന്നത്തേക്ക് ക്ലാസ്സുകളിൽ, പണ്ടത്തേക്ക് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. സെല്ലൊക്കെ നമ്മൾ ഓൾറെഡി ഫുൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പം സെല്ലിലൊക്കെ നിങ്ങൾ എന്താണ്, അനിമൽ സെല്ലാണെങ്കിൽ സെൽ മെംബ്രെയിനേ ഉള്ളൂ. ഓക്കെ, അപ്പം സെൽ മെംബ്രെയിനിലൊക്കെ ഒത്തിരി ഹോൾസ് ഉണ്ട്. ഈ ഹോൾസ് വഴി എന്ത് ചെയ്യും, ഗ്യാസസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യും. അങ്ങനെയാണ് ഗ്യാസ് ഇറങ്ങി. ഇപ്പോൾ ബ്ലഡ് വെസലാണെങ്കിലും അതും സെൽ മെംബ്രെയിനിലൊക്കെ തന്നെയാണല്ലോ, അപ്പം ഗ്യാസ് ഉള്ളിലോട്ടൊക്കെ കയറും. ഓക്കെ, അല്ലാണ്ട് ട്യൂബ് വഴിയോ ഒന്നും അല്ല ഒരു സ്ഥലത്തു നിന്ന് വേറൊരിടത്തോട്ട് പോകുന്നത്. ഡിഫ്യൂഷൻ വഴി ജസ്റ്റ് ഹോൾ വഴി കയറി ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തോട്ട്. ഇതേപോലെ തന്നെയാണ് തിരിച്ചു വരുന്ന സമയത്ത് ബ്ലഡ് വെസലിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതലായിരിക്കും, പക്ഷേ ആൽവിയോളയിൽ കാർബൺ ഡയോക്സൈഡ് കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടുന്ന് കാർബൺ ഡയോക്സൈഡ് കുറവുള്ള സ്ഥലത്ത് ആൽവിയോളയിലോട്ട് കാർബൺ ഡയോക്സൈഡ് കയറും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതുവഴിയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. എവിടെ, ആൽവിയോളയ്ക്കും ബ്ലഡിനും ഇടയ്ക്കായിട്ട് ആ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ആൽവിയോളൈ എന്ന് പറയുന്നതാണ് പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച്. ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൽവിയോളയാണ്. ഇതാണ് ഗ്യാസ് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ചിലെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഓക്സിജൻ ക്യാൻ മൂവ് അക്രോസ് ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ അക്രോസ് ആയിട്ട് ഓക്സിജന് മാത്രമല്ല കാർബൺ ഡയോക്സൈഡിന് തിരിച്ചു വരാനും പറ്റും. ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഓക്സിജൻ ബ്ലഡിൽ എത്തിപ്പെട്ടു. ഓക്കെ, ഇനി ഈ ഓക്സിജന് എന്ത് സംഭവിക്കും, ഓക്സിജൻ ബ്ലഡിൽ എത്തിപ്പെട്ടല്ലോ, ഇനി ഈ ഓക്സിജൻ എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം. ആര്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ബ്ലഡിൽ ഉള്ള ഈ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആളാണ് ഹീമോഗ്ലോബിൻ. ഓക്കെ, നമ്മുടെ ബ്ലഡിലുള്ള ഒരു അയൺ കണ്ടന്റ് ഉള്ള പ്രോട്ടീനെയാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയും. ബ്ലഡിനൊക്കെ റെഡ് കളർ തരുന്നത് നമ്മുടെ ഹീമോഗ്ലോബിനാണ്. ഈ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും തിരിച്ച് കാർബൺ ഡയോക്സൈഡിനെ തിരിച്ചു കൊണ്ടുവരാനെല്ലാം സഹായിക്കുന്ന നമ്മുടെ ഹീമോഗ്ലോബിനാണ്.
ഓക്കെ, ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ സഹായിക്കുന്നതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിനെ റെസ്പിറേറ്ററി പിഗ്മെന്റ് എന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ, ഓക്സിജൻ അങ്ങോട്ട് കൊണ്ടുപോകാനും കാർബൺ ഡൈ ഓക്സൈഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹീമോഗ്ലോബിനെ റെസ്പിറേറ്ററി പിഗ്മെന്റ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പം ഇനി ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടല്ലോ, അപ്പം അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത് ഓക്സിജനെ, തിരിച്ചു കൊണ്ടുവരേണ്ട കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. പക്ഷെ ഹീമോഗ്ലോബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ അഫിനിറ്റി ആരോടാണെന്ന് ചോദിച്ചിരുന്നത് അത് നമ്മുടെ ഓക്സിജനോടാണ്. ഓക്കെ, നമ്മുടെ ഓക്സിജനോടാണ് ഹീമോഗ്ലോബിന് ഏറ്റവും കൂടുതൽ അഫിനിറ്റി ഉള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ബ്ലഡിലോട്ട് ഓക്സിജൻ വരുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബ്ലഡിൽ ആരുണ്ട്? ഹീമോഗ്ലോബിനുണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? ഓക്സിജനെ കൊണ്ടുപോകും. ഓക്കെ, അപ്പം ഓക്സിജനെ രണ്ട് രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 100% ഓക്സിജൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതിലെ ഏകദേശം 97% ഓക്സിജനെ കൊണ്ടുപോകുന്നത് HB ആണ്, ഹീമോഗ്ലോബിനാണ്. ബാക്കി ഒരു 3% ഡിസോൾഡ് രൂപത്തിലായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുക, ഡിസോൾഡ് ഫോമിലായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുക. ബാക്കി ഒരു 97% ഹീമോഗ്ലോബിനാണ് കൊണ്ടുപോകുന്നത്. ഇനി കൊണ്ടുപോകുന്നത് ഇവർ രണ്ടായിട്ടല്ല യാത്ര ചെയ്യുന്നത്, ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഇവർ ഒന്നിക്കുമ്പോൾ ഇവരുടെ പേരാണ് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയും. ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്സിജനെ രണ്ട് രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒന്ന് നമ്മുടെ ഹീമോഗ്ലോബിൻ കൊണ്ടുപോകും. 97% ഓക്സിജനെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഹീമോഗ്ലോബിനാണ്. അവർ രണ്ടായിട്ടല്ല പോകുന്നത്, അവർ ഒന്നിച്ചാണ് പോകുന്നത്. ഒന്നിച്ച് പോകുമ്പോൾ നമ്മൾ ഒറ്റ പേരാണ് പറയുന്നത്, ഓക്സി ഹീമോഗ്ലോബിൻ. ഇനി എവിടെയാണോ ടാർഗറ്റ് അവിടെ ചെന്നിട്ട് ഹീമോഗ്ലോബിൻ ഓക്സിജൻ അവിടെ ആക്കിയിട്ട് ഹീമോഗ്ലോബിൻ അതിൻ്റെ പണിയൊക്കെ പോകും. ഓക്കെ, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ എന്തെങ്കിലും സെപ്പറേറ്റഡ് ആവും. പോകുമ്പോൾ അവർ ഒന്നിച്ചായിരിക്കും പോകും. ഓക്കെ, ഒന്നിക്കുമ്പോൾ ഉള്ള പേരാണ് ഓക്സി ഹീമോഗ്ലോബിൻ. ബാക്കി ഒരു 3% എന്താണ്? ഡിസോൾഡ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ഇതേപോലെ തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ ഹീമോഗ്ലോബിൻ കൊണ്ടുവരാൻ സഹായിക്കും. പക്ഷേ 97% ഓക്സിജനെ ഹീമോഗ്ലോബിൻ കൊണ്ടുപോകും. പക്ഷേ വെറും 23% കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഹീമോഗ്ലോബിൻ തിരിച്ചു കൊണ്ടുവരുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ പറയുന്നത് നമ്മുടെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിനെ 3 രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 3 രീതിയിൽ. ഒന്ന് നമ്മുടെ HB കൊണ്ടുവരും. വേറൊരു രീതി എന്ന് പറയുന്നത് ബൈകാർബണേറ്റ് അയോൺ ആയിട്ട് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ബൈകാർബണേറ്റ് അയോൺസ് ആയിട്ട് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ, അയോണുകൾ രൂപത്തിൽ. ഏകദേശം കാർബൺ ഡൈ ഓക്സൈഡിന്റെ 70% കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുക ബൈകാർബണേറ്റ് അയോൺസ് ആയിട്ടായിരിക്കും. പിന്നെ ഒരു 23% മാത്രമാണ് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഹീമോഗ്ലോബിനുമായിട്ട് ചേരുമ്പോൾ നമ്മൾ പറയും കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറയും. ഓക്കെ, കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറയും. ഹീമോഗ്ലോബിൻ എന്ന് പറയും. ഓക്കെ, കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അതേപോലെ ഇനി 70 23 ഇനി ഒരു 7% കൂടെ ഉള്ളൂ. ഈ 7% നേരത്തെ നമ്മൾ ഓക്സിജൻ പോയ പോലെ ഡിസോൾഡ് രൂപത്തിലായിരിക്കും പോകും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് ഗ്യാസസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്സിജൻ അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിന് വന്നു. ആ വന്ന കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് പുറത്തു പോകുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പം ഓക്സിജൻ 2 രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുക. ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് ഒരു 97% ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുക. ഒരു 3% ഡിസോൾഡ് സ്റ്റേറ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് 3 രീതിയിലാണ്. ഒരു 70% കാർബൺ ഡൈ ഓക്സൈഡ് ബൈകാർബണേറ്റ് അയോൺ ആയിട്ട്, 23% കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട്, ഒരു 7% ഡിസോൾഡ് സ്റ്റേറ്റിലോ ആയിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുക. 3 രീതിയിൽ കാർബൺ. അപ്പോൾ ഓക്സിജൻ ഏറ്റവും കൂടുതൽ ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കൂടുതൽ ബൈകാർബണേറ്റ് അയോൺസ് ആയിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്തു? നമ്മുടെ ബ്ലഡിലെത്തി. അത് നേരെ ആൽവിയോളയിലോട്ട് കയറി. ആൽവിയോളയിൽ നിന്നും ലങ്സ് എന്ത് ചെയ്യും? പുറത്തോട്ട് എന്ത് ചെയ്യണം? പുറത്തോട്ട് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ എക്സൈൽ ചെയ്യുന്നപ്പോൾ പറഞ്ഞു. ഓക്കെ, ഇത് ഇത്രയുമാണ്
റെസ്പിറേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പം ഏതൊക്കെ ഗ്യാസാണ് നമ്മൾ ഉള്ളിലോട്ട്, ഏതൊക്കെ പുറത്തോട്ട് കളയുന്നു, അതുപോലെ തന്നെ ഉള്ളിലോട്ട് കയറിയ ഗ്യാസ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്, തിരിച്ചാരാണ് വരുന്നത്, എങ്ങനെയാണ് പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ലങ്സിൻ്റെയും ലങ്ങിൻ്റെ ഫങ്ഷൻസുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു പുതിയ ടോപ്പിക്കുമായിട്ട് മീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ബയോളജിയുടെ നമ്മളൊരു സീരീസ് ആയിട്ട് ക്ലാസ്സസ് കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. അപ്പം ഓക്കെ, താങ്ക് യു, ഹാപ്പി ലേണിംഗ്.